ആൻഡ്രു ഞാൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ഞാൻ സ്പോർട്സ് വില്ലിങ് ലേഖകൻ ശ്രീ അല്ലാന്നുള്ള സി കാര്യമാണ്. കെ രാജേഷ് കുമാർ ചേരുകയാണ്. രാജേഷ്, താങ്കൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ആൻഡ്രു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അവർ വഴങ്ങും, അവർ കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ. അങ്ങനെയാണോ? അത്രയ്ക്കൊരു സിമ്പിൾ കാര്യമാണോ ഇത്? ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം മനസ്സിലാക്കുന്നത്, ഇതൊരു ശരിക്കും മെസ്സി വരുന്നു, അല്ലെ അർജന്റീന ഫുട്ബോൾ വരുന്നു. ഞാനിപ്പോ 2 വേൾഡ് കപ്പ് കവർ ചെയ്ത റിപ്പോർട്ടറാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പൊ എന്റെ മനസ്സിലാക്കലിലുള്ള 1-2 കാര്യങ്ങളാണ്. അതായത്, ഒന്നാമതൊരു നിയമപരമായ പ്രശ്നം, ഒരു കരാർ. ഇപ്പൊ ഇത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കായിക ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ലോകകപ്പ് നേടിയ അർജന്റീൻ ടീമും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീൻ ടീം കേരളത്തിൽ കളിക്കാൻ വരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ടീം വരുമ്പോൾ ആ ടീമുമായിട്ട്, അല്ലെങ്കിൽ ആ ടീമിന്റെ ബന്ധപ്പെട്ട അസോസിയേഷനുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ മുഴുവൻ ഇല്ല എങ്കിൽ പോലും അത് പബ്ലിക്ക് അറിയാനുള്ള ഒരു അവകാശം, അല്ല തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എഗ്രിമെന്റിലെ പക്ഷേ അതിൽ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന് ഉണ്ടെന്നാണ് ആൻഡ്രു പറയുന്നത്. രാജേഷ്, അത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ആ രഹസ്യാത്മകതയുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അത്തരത്തിലൊരു പ്രത്യേകിച്ച് സർക്കാർ കൂടി ഇൻവോൾവ് ആയ ഒരു വിഷയമായതുകൊണ്ട് അത് പബ്ലിക്കിന് അത് അറിയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ എങ്കിൽ പോലും അത് വ്യവസ്ഥയുണ്ട് എന്നൊരു ആരെങ്കിലും എക്സോർ ബൈ സ്പോൺസർ, സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലും സർക്കാർ ഇങ്ങനെ ഒരു ഡിസ്ക്ലോഷർ കുറച്ചുകൂടി ആധികാരികം. പക്ഷെ എങ്കിൽ സ്പോൺസർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഏത് തരത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. ഇത് രഹസ്യാത്മകമായി സൂക്ഷിക്കുകയുള്ളൂ, ഇതൊന്നും ജനങ്ങളുടെ മുന്നിലേക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുകയില്ല ഈ വിഷയത്തിൽ. കാരണം സ്പോർട്സ് മന്ത്രി തന്നെയാണ് ഇതിന് ആദ്യം മുൻകൈ എടുത്തത്. സ്പെയിനിൽ പോയി അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തിയത് സ്പോർട്സ് മന്ത്രിയായിരുന്നു. അപ്പോൾ അതിനുള്ള ബാധ്യതയുണ്ട് സർക്കാർ. ശരി രാജേഷ്, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പോൺസറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാര്യത്തില് ഏപ്രിലിൽ ഒരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്പോൺസർക്ക് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ, ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സർക്കാരിന് കിട്ടിയ മറുപടി എന്നാണ് എനിക്ക് കായിക വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യൂ, എന്താണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത്? എന്താണ് ഈ എന്ന കാര്യത്തിലാണോ? അതായത് സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള കരാറ് വ്യക്തമാക്കി വകുപ്പ് മന്ത്രിയടക്കം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അനുശയത്തിന് മറുപടി പറയാൻ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് അതായത് ഏപ്രില് ഇവരുമായി ആദ്യം നമ്മളോട് പറയുന്നു, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗോൾഡ് ആൻഡ് മർച്ചന്റ് അസോസിയേഷനുമായിട്ട് ആദ്യ സ്പോൺസർ എന്ന് നമ്മളോട് പറയുന്നു. പത്രസമ്മേളനത്തിൽ തന്നെയാണ് മന്ത്രി ഇത് വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിലാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്. അപ്പൊ കരാറ് ഒപ്പിട്ടോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ, ഒരു ക്വറി ഈ പറയുന്ന സ്പോൺസറുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് അങ്ങനെ അന്നേരം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി സ്പോൺസർ കൊടുത്തിട്ടില്ല എന്ന് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെ ആയി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങനെ പണമടച്ചല്ലോ രാജേഷ്, പണമടച്ചല്ലോ എന്നാണ് ജൂൺ 6 പണം അടച്ചെന്ന് ഇന്നലെ പ്രസ് മീറ്റിൽ നിന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഏപ്രിൽ ഇതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അയച്ച നോട്ടീസുകൾ ഒന്നിനും തന്നെ കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. അതായത് അഡ്വാൻസ് തുക നിശ്ചിത സമയത്ത് അടച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് കായിക വകുപ്പ് സ്പോൺസർക്ക് 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു മറുപടി സ്പോൺസർ സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ശരി ആൻഡ്രു, അതിനകത്ത് എന്താണ് ഒരു സംശയമുള്ള കാര്യമാണോ? ആൻഡ്രു ഒന്ന് മറുപടി അതിന്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങളാണ്. ഇത് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്പനിയും ഒരു അസോസിയേഷനും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന്റെ അകത്ത് നിങ്ങൾ എന്ത് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ആരാധകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെസ്സി വരുന്നത്. പക്ഷെ ഒരു കമ്പനിയും ഒരു അസോസിയേഷനും തമ്മിൽ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് അതിന് മുൻപന്തിയായി ആദ്യം സൈൻ ചെയ്യുക NDA ആണ്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്യുക. അത് സൈൻ ചെയ്യുന്നതിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കരാറുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളോ കരാർ രേഖകളോ പുറത്തുവിടാൻ പാടില്ല.
അത് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് NDA ഒരു ഘടകം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രൈവറ്റ് എന്താണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ എഗ്രിമെന്റിന്റെ നോട്ടീസിന്റെ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കരാറിലെ വ്യവസ്ഥകൾ എന്താണോ അത് ഫുൾഫില്ല് ചെയ്യുക മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യമുള്ളൂ. കരാറിലെ വ്യവസ്ഥകൾ എന്താണ്? ആ കരാറിലെ വ്യവസ്ഥകളെല്ലാം ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. ആ കരാറിലെ വ്യവസ്ഥകളിലെല്ലാം നമ്മൾ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സെൻട്രൽ ഗവൺമെന്റ് ആണ് RBIനോട് പറയുന്നത് നിങ്ങളിതാ ഈ ഡോക്യുമെന്റുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് കിട്ടിയ പ്രകാരം RBIനോട് പണം അയക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഡോക്യുമെന്റുകൾ മുഴുവൻ എന്തൊക്കെ ഡോക്യുമെന്റുകളാണോ ആ ഡോക്യുമെന്റുകൾ മുഴുവൻ ബാങ്കിൽ കൊടുത്തതിന് ശേഷമാണ് പണം അയക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ കരാർ തെറ്റിയ കരാറിനൊന്നും ഇന്ത്യയിൽ നിന്ന് പണം അയക്കാൻ കഴിയില്ല. അപ്പം ഈ ജൂൺ 6-ാം തീയതിയോടുകൂടി അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. പണം കിട്ടിയതിന് ശേഷം അർജന്റീന ഒഫീഷ്യലായിട്ട് ഗവൺമെന്റിനെയും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്ത്? ഞങ്ങൾക്ക് പണം കിട്ടി, ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളെ ഉടനെ അറിയിക്കാം എന്ന് പറയുകയാണ്. പണം കിട്ടിയതിന് ശേഷം മന്ത്രി മിനിസ്റ്റർ തയ്യാറാകുന്നില്ലോ. മിനിസ്റ്റർ പറഞ്ഞല്ലോ, മിനിസ്റ്റർ മിനിങ്ങാത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ ഒഫീഷ്യലായിട്ട് പണം കിട്ടിയെന്നും ആ പണം കിട്ടിയതിന് ശേഷമല്ല അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തല്ലോ. റിപ്പോർട്ടർ TV പണം അയച്ചു എന്നും താങ്ക്സ് ടു റിപ്പോർട്ടർ TV എന്നും മെസ്സി വരി വിട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു. എങ്ങനെയാണ് ആ പോസ്റ്റ് വരുന്നത്? അവരുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് പണം കിട്ടിയെന്നും പൈസ കിട്ടി എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പ്. അതായത് അന്നാണ് പറയുന്ന ഒരു എഗ്രിമെന്റിന്റെ ഞാൻ പറയുന്നത് ഇത് സിമ്പിൾ. എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. എഗ്രിമെന്റ് വേഴ്സസ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്താണോ എഗ്രിമെന്റ് ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ എന്റെ ആവശ്യം. ഇനി എന്റെ ആവശ്യത്തിന് അവർ എന്റെ എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യുന്നില്ലേ എന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പൈസ തിരിച്ചു വാങ്ങാനുള്ള കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെഷ്യൽ വിൻഡോ എന്തെങ്കിലും അനൗൺസ് ചെയ്യണം. ഫിഫ അനൗൺസ് ചെയ്യണം. സ്പെഷ്യൽ വിൻഡോ അങ്ങനെ അനൗൺസ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നാളെ മറ്റന്നാൾ ഒരു മീറ്റിംഗ് എടുക്കുന്നുണ്ട്. ഫിഫയുടെ ഒഫീഷ്യൽ ആൾക്കാരുമായിട്ട് ഞാൻ ഒരു മീറ്റിംഗ് എടുക്കുന്നുണ്ട്. ഞാൻ നാളെ വിദേശത്ത് പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. അതായത് സാധാരണഗതിയിൽ ഇപ്പൊ ഇത് ഫിഫയുടെ കലണ്ടറിൽ വരുന്ന മത്സരമാണല്ലോ. സ്വാഭാവികമായിട്ട് ഒരു സൗഹൃദ മത്സരം. ഇത് ഒരു എക്സിബിഷൻ മാച്ച് അല്ല, സൗഹൃദ മത്സരമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫിഫയുടെ കലണ്ടറിൽ ഇത് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിലവിൽ സെപ്റ്റംബറിൽ ഇക്വഡോറും വേൾഡ് കപ്പ് ക്വാളിഫയിങ് ആയിട്ട് ഇക്വഡോറും അതുപോലെ തന്നെ വെനസ്വേലയുമായിട്ടാണ് അർജന്റീനയ്ക്ക് മാച്ചസ് ഉള്ളത്. ഒക്ടോബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ ടൈംസ്, അത് അർജന്റീനയിലെ ഫുട്ബോൾ അസോസിയേഷനിലെ ഒരു വക്താവ് അല്ലെങ്കിൽ അവിടുത്തെ വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബൽ ടൈംസ്, നമ്മൾ സാധാരണഗതിയിൽ ചൈനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് നമ്മൾ സമീപിക്കാറുള്ള അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കാറുള്ള ഒരു മാധ്യമമാണ് ഗ്ലോബൽ ടൈംസ്. ഗ്ലോബൽ ടൈംസിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിലെ വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജൂൺ ഫസ്റ്റ് വീക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ചൈന, അതായത് അവർ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കുന്നു. ഒന്നും ചൈനയായിട്ട്, അടുത്തത് ഐദർ ജപ്പാൻ ഓർ സൗത്ത് കൊറിയ എന്ന് പറയുന്നുണ്ട്. അവരുടെ കലണ്ടറിൽ അത് ഉടനെ തന്നെ വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.